അശ്രാന്ത പരിശ്രമം നടത്തുകയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പം നോക്കുന്നില്ല. തീ അണക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ മറ്റ് വർത്തമാനത്തിന് പ്രസക്തിയില്ല. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഫയർ എഞ്ചിനുകൾ കൃത്യമായി സ്ഥലത്തേക്ക് വന്നില്ലെന്ന അതൊക്കെ പിന്നെ ആലോചിക്കാന്ന്. ഇപ്പോൾ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ചർച്ച പോകല്ല. നമുക്കിത് പെട്ടെന്ന് നടക്കാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. അതിനുള്ള സഹകരണമാണ് വേണ്ടത്. എല്ലാവരും ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പൊതുജനങ്ങൾ കഴിയുന്നതും സ്ഥലം വിട്ട് പോയി സൗകര്യപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. വ്യാപാരികളാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് നമുക്ക് പിന്നെ ആലോചിക്കാം. അതൊക്കെ പിന്നെ ചർച്ച. ഇതിൻ്റെ ഇടയിൽ ആ തർക്കം വേണ്ട. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇതാണ്. ആ പ്രശ്നത്തിനെ കുറിച്ച് നമുക്ക് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ബാക്കി എന്തെങ്കിലും പ്രശ്നമുണ്ട് നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് സംസാരിക്കാം. പിന്നെ ശരി വിഷ്ണു, തീർച്ചയായും അഗ്നിരക്ഷാ നിലയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഈ വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ബീച്ചിൽ ഉൾപ്പെടെ അഗ്നിരക്ഷാ നിലയം വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊന്നും തന്നെ നടക്കാത്തൊരു സാഹചര്യത്തിലേക്ക് പക്ഷേ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് പ്രാഥമികമായി ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ കെട്ടിടത്തിലേക്ക് പടർന്ന തീ നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ്. അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഉറപ്പുവരുത്തുക എന്നൊരു ശ്രമത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ചർച്ചകളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പിന്നീട് അത്തരത്തിലുള്ള ആവശ്യങ്ങളും ആ ചർച്ചകളും ഒക്കെ തന്നെ പരിഹരിക്കാമെന്നാണ് വനമന്ത്രി A.K. ശശീന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. വലിയ രീതിയിൽ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ സിറ്റിയിൽ നിന്നുൾപ്പെടെ, അതായത് സിറ്റിക്ക് പുറത്തു നിന്നുൾപ്പെടെ ഫയർ യൂണിറ്റുകൾ ഇവിടെ എത്തുന്നു എന്നൊരു സ്ഥിരീകരണം കൂടി ഈ നിമിഷത്തിൽ നമുക്ക് ലഭ്യമാകുന്നു. നേരത്തെ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചു എന്നൊരു സ്ഥിരീകരണവും നമുക്ക് ലഭ്യമാകുന്നു. എന്നിട്ടും തീ നിയന്ത്രണ വിധേയമാവുന്നില്ല എന്നത് തന്നെയാണ് വിഷ്ണു ആളുകൾക്കിടയിൽ ആശങ്ക ഉണർത്തുന്നത്. ഫയർ യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ വരികയും പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. പക്ഷേ വലിയ രീതിയിൽ ആളുകൾ ഇവിടെ തിങ്ങി നിറയുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ വ്യാപാരികളും പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇത്ര മണിക്കൂറുകളായി എന്നിട്ടും തീ അണയ്ക്കാൻ കഴിയുന്നില്ല എന്നൊരു ആരോപണവുമായി വ്യാപാരികൾ ഉൾപ്പെടെ രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് നിലവിൽ വിഷ്ണു കാണാൻ കഴിയുന്നത്. ഈ വ്യാപാരികളുടെ ആവശ്യം മന്ത്രിയോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പ്രാഥമിക ഘട്ടത്തിൽ തീ അണയ്ക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത് എന്നൊരു കാര്യം തന്നെയാണ് വനം വകുപ്പ് മന്ത്രി A.K. ശശീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ IG രാജ്പാൽ മീണ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. വിവിധ സേനാംഗങ്ങൾ ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിശദീകരിക്കുകയാണ്. വിവിധ സിറ്റിക്ക് പുറത്തു നിന്നും ഫയർ യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വലിയ രീതിയിൽ തീ വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് അശ്രാന്ത പരിശ്രമത്തിലേക്ക്, അതായത് ഈ തീ അണയ്ക്കുവാനുള്ള ഒരു അശ്രാന്ത പരിശ്രമത്തിലേക്ക് തന്നെയാണ് എല്ലാവരും കടന്നിരിക്കുന്നത്. വിഷ്ണു, കൃഷ്ണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വശത്ത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. എന്നാൽ മറുവശത്ത് തീ ആളിപ്പടരുന്ന സാഹചര്യം. എന്നിരുന്നാൽ കൂടിയും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അടുക്കുന്നില്ല. ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.